ഹലോ, അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്. വെൽക്കം ടു ഷഹർബാൻ ഡയറീസ്. അപ്പോൾ നമ്മുടെ റമദാൻ നമ്മുടെ തൊട്ടടുത്തെത്തി. എല്ലാ വിശ്വാസികളും ഭയങ്കര ആത്മീയമായിട്ട് അവർ വിശ്വസിക്കുന്ന അവർ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് നമ്മുടെ റമദാൻ മാസം. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും അതിന് ക്ഷമ ചോദിക്കുന്ന ഒരു മാസമാണ്. അതെല്ലാം പുറത്തു തരും. നമ്മളുടെ എല്ലാ നന്മകളും നമ്മുടെ ദൈവം സ്വീകരിക്കട്ടെ. അപ്പോൾ നമുക്ക് റമദാനോടനുബന്ധിച്ച് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത് നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഒത്തിരി ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പല പല വിധത്തിൽ, പല പല വെറൈറ്റി, പല ടേസ്റ്റിൽ. നമ്മളൊരു കേരളീയരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് ടൈപ്പ് ഡിഷസും അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. ഏത് കോണ്ടിനെൻറ്റിൽ ചെയ്യാലും, ഏത് രാജ്യത്ത് പോയാലും, ഏത് കൾച്ചറിലും പെട്ടെന്ന് അവരായിട്ട് മിങ്കിളായി അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവരെല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എത്ര രീതിയിൽ പുതിയ പുതിയ ഐറ്റംസ് പാചകം ചെയ്ത് കിട്ടിയാലും, പുതിയ റെസിപ്പി കിട്ടിയാലും നമ്മൾ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ കുറച്ച് നല്ല ഇഫ്താർ റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സീരീസിൻ്റെ ആദ്യത്തെ റെസിപ്പി ഇതൊരു എക്സ്പെരിമെൻ്റലാണ്. ആക്ച്വലി ഇതൊരു ശ്രീലങ്കൻ ലാവറിയ എന്നുള്ളൊരു അവരുടെ ഒരു സ്വീറ്റ് സ്നാക്കുണ്ട്. അതിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആക്ച്വലി ഇത് ഒരു എക്സ്പെരിമെൻ്റൽ കൂടെ ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഒരു കാണാനുള്ള ഭംഗിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ലുക്ക് വെച്ചിട്ട് ഞാൻ സ്പൈഡർ നെറ്റ് സ്നാക്ക് എന്നൊരു പേരാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് കൊടുത്ത പേരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. കാണാൻ ഇത്രയും ഭംഗിയുള്ള നമ്മുടെ സ്പൈഡർ നെറ്റ് സ്നാക്ക് ഒരു ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നല്ല അലിഞ്ഞു പോകാൻ അത്ര സോഫ്റ്റ് ആൻഡ് വെരി ടേസ്റ്റിയാണ്. അത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ സ്നാക്കിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കുവാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഓണിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സോൾട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വേപ്പില ആൻഡ് പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സവാള ഒന്ന് ചെറുതായിട്ട് പയറ്റിയെടുക്കുക. ഇത് ആവിയിൽ വേവിച്ചെടുത്ത് ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ ഇന്നും ഇഫ്താറിന് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഓയിൽ ഫ്രൈ ചെയ്ത് സ്നാക്സ് കഴിക്കണമെന്നില്ല. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ സവാള വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കറി മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഞാൻ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ മസാലകളും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ആഡ് ചെയ്ത മസാലകളെല്ലാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു കുത്തുമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് സോസ് ആഡ് ചെയ്തിരുന്നു. ഹോട്ട് സോസും പിന്നെ ഞാൻ കുറച്ച് സോയാ സോസും ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സോസൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ആഡ് ചെയ്യേണ്ട. നിങ്ങൾ നോർമലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പോലെയുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയാലും മതി. നിങ്ങൾക്ക് ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ബോൺലെസ് ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഈവനായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മസാല നല്ലോണം ചിക്കനിലേക്ക് നല്ല ഈവനായിട്ട് എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ ഈ സ്നാക്കിൻ്റെ ഹൈലൈറ്റായ ആ സ്പൈഡർ നെറ്റ്, നമ്മുടെ റൈസ് നൂഡിൽസ്, ഇടിയപ്പം, അത്രയും മതി, കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട. അതുണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ഞാൻ കുറച്ച് ഓയിലും എടുക്കുന്നുണ്ട് ഒരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് തിളച്ച വെള്ളം
ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് കുഴച്ചെടുത്ത് സോഫ്റ്റാക്കി വെച്ചു. ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിലിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ ആ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുമ്പോൾ നമുക്കത് കിട്ടില്ല, അത് സ്റ്റിക്കി ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഇടിയപ്പം പിച്ചെന്ന ആ സെയിം അച്ചി തന്നെ അത് കുറച്ച് വലിയ തിക്നെസ്സില്ല, ഒരു ചെറിയ ലെയറായിട്ട് കുറച്ച് വലുപ്പത്തിൽ സർക്കിൾ ഷേപ്പിൽ ഞാൻ അത് ഇടിയപ്പം ഇതുപോലെ പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ അതിന് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊക്കെ നല്ല ടേസ്റ്റ് തരും ഇങ്ങനെ തേങ്ങ നമ്മളിട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചിക്കൻ്റെ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വളരെ സൂക്ഷിച്ച് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ സ്നാക്ക് ഇങ്ങനെ മനസ്സിൽ ഇതിൻ്റെ ഒരു ഐഡിയ തോന്നുമ്പം എൻ്റെ ഭയങ്കര ഡൗട്ടായിരുന്നു. നമ്മൾ ഇടിയപ്പം വെച്ചുമ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഇല്ലേ, അപ്പം നമ്മൾ ഈ ആവി കയറ്റാൻ വയ്ക്കുമ്പോൾ അതിൽ കൂടെയുള്ള നമ്മളുടെ ഈ മിക്സിൻ്റെ ആ ഒരു ഗ്രേവി അല്ലെങ്കിൽ ആ ഒരു അതൊക്കെ അതിന് പുറത്തേക്ക് വരില്ലേ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കി സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടാക്കിയപ്പം എന്ത് മാജിക്കാണെന്നറിയില്ല, അതങ്ങനെ പുറത്തേക്ക് പോയില്ല. വല്ല ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആയിരിക്കും, ഐ ഡോണ്ട് നോ ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഷേപ്പിലേക്ക് ഞാനിതിങ്ങനെ നൈസായിട്ടത് ഫോൾഡ് ചെയ്തെടുത്തു. നമ്മുടെ സ്നാക്കിൻ്റെ കുറച്ച് സൂം വ്യൂ ഇരിക്കട്ടെ. എന്താണ് നൈസല്ലേ കാണാൻ. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഓയിൽ സ്പ്രേ ചെയ്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് വിട്ട് കിട്ടും. ജസ്റ്റ് നമ്മുടെ ആ ഫോയിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്ര ഹാർഡ് പരിപാടിയല്ല, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം നന്നായിട്ട് ആവി കയറ്റി ഒരു 10-12 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മതി. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് നോമ്പ് തുറക്കുമ്പോഴുള്ള സ്നാക്സാണ്. നമ്മൾ ഹൈ ഓയിലായിട്ടുള്ള സ്നാക്സ് നമ്മൾ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നമ്മൾ കുറച്ച് അധികം ഈ മിക്സ് ആ ഫില്ലിങ് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം ഫില്ലിങ് കൊണ്ട് പല പല റെസിപ്പികൾ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ സെയിം ഫില്ലിങ് വെച്ചിട്ട് വേറൊരു റെസിപ്പിയും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ആക്ച്വലി ഇത് ഉണ്ടാക്കി വച്ചതേ ഓർമ്മയുള്ളത്, അപ്പം തന്നെ അത് തീർന്നു. ഭയങ്കര പോളിംഗ് ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മളൊരു ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ അത് വായിലിങ്ങനെ മെൽറ്റായി ഇപ്പോൾ നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റലും കൂടെ ആണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും എല്ലാവരും ഈ സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ കമൻസും എല്ലാം എനിക്കൊരു ഇൻസ്പിറേഷനാണ് അടുത്ത എൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാനായിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ട് ഓരോന്ന് ട്രൈ ചെയ്യാനും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സോ മച്ച് ഗൈസ്, ആൻഡ് please subscribe my channel and please support me, and thanks for all of your love and support. Thank you so much. Bye.